കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വേർഡിൽ നിന്ന് നമുക്ക്, അതായത് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം എന്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന്. Community participation is the process by which a community mobilizes its resource, initiate and take responsibility for its own development activities. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു പോളിസി നടപ്പിലാക്കിയാണ്, ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ സാധാരണ ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സാധാരണ ജനങ്ങളും കൂടെ പങ്കെടുക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ പറയുന്ന പേരാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ദ key of the successful organization of primary health care is the community participation through process. The people gain greater control over the social, political and economic and environmental factor. അതായത് നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പ്രൈമറി ഹെൽത്ത് കെയർ എന്താണ്, എല്ലാവർക്കും ഈസിലി അക്സസ് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്, അതിൽ കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. അതായത് ജനങ്ങൾ ഇപ്പം ഓരോ പ്രോസസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോസസ്സിൽ പങ്കെടുത്തത് കൊണ്ടാണ് അത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും അത് സ്വീകാര്യമായതും, അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ ബേസിക് ആയിട്ടുള്ള കെയർ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ ആ നടപ്പിലാക്കുന്ന പ്രോസസ്സിലേക്ക് സാധാരണ ജനങ്ങൾ, അതായത് ലോക്കൽ കമ്മ്യൂണിറ്റിയും കൂടി ഉൾപ്പെടുത്തുക. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതായത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റെലവൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, എഡ്യൂക്കേഷൻ, പിന്നെ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, പിന്നെ നമ്മൾ പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ്, പിന്നെ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്തൊക്കെയാണെന്നാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി പ്രധാനപ്പെട്ട 2 കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ഒന്നാമത് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതായത് SHG, run by people for their own benefit. എക്സാമ്പിൾ കോപ്പറേറ്റീവ്, റിലീജിയസ് ഗ്രൂപ്പ്, കുടുംബശ്രീ. അതായത് കമ്മ്യൂണിറ്റിയിൽ ആളുകൾ തമ്മിൽ പരസ്പരം ചേർന്ന് ഉണ്ടാകുന്ന ഗ്രൂപ്പാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അതിലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കുടുംബശ്രീ. അപ്പൊ എന്താണ് കുടുംബശ്രീ? അതായത് ഇപ്പം ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് കുടുംബശ്രീ. അതുപോലെ തന്നെ സ്ത്രീകളുടെ എംപവർമെന്റിനും കുടുംബശ്രീ കാരണമായി. അപ്പൊ ഇതിലൂടെ എന്താണ് ചെയ്യുന്നത്, സാധാരണ ജനങ്ങളെയും കൂടെ ഓരോ പ്രോഗ്രാംസിലും ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ട്രഡീഷണൽ ഓർഗനൈസേഷൻ. These are well established groups usually meeting the needs of a particular section of the community. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഏറ്റവും മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ട്രഡീഷണൽ ഓർഗനൈസേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ പാരന്റ് ടീച്ചർ, അതായത് ഇപ്പൊ രക്ഷിതാക്കളും ടീച്ചറും തമ്മിലുള്ള അസോസിയേഷൻ ഉണ്ട്. പിന്നെ റോട്ടറി ക്ലബ്ബ്, ചർച്ച് ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, അങ്ങനെ ഒത്തിരി ക്ലബ്ബ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ അപ്പൊ ഒരു സെക്ഷൻ ആൾക്കാരെ നീഡ്സ് അറിയാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഗ്രൂപ്പാണ് ട്രഡീഷണൽ ഓർഗനൈസേഷൻ. ഇതല്ലാതെ വേറെയും ഒത്തിരി വെൽഫെയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ എന്താണ്, ചെറിയ ചെറിയ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് മെമ്പേഴ്സ് അടങ്ങുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അടുത്ത പോയിന്റ് ആണ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PLA അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ. അപ്പൊ എന്താണ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ നോക്കാം. പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആൻഡ് ആക്ഷൻ is a combination of approaches, method, attitude, behavior and relationship. അതായത് വ്യത്യസ്ത പല രീതികൾ അല്ലെങ്കിൽ പല മെത്തേഡ്സിന്റെ ഒരു കോമ്പിനേഷൻ, കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. വിച്ച് enable and empower people to share, analyze and enhance their knowledge of their life and the condition and plan to act, monitor, evaluate and reflect. അതായത് ഇപ്പം ഈ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷനിലൂടെ ആളുകൾക്ക് തന്റെ പ്രശ്നങ്ങൾ പരസ്പരം പങ്കിടാനും അതുപോലെ തന്നെ എന്താണ് അവർക്ക് സ്വന്തമായിട്ട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദിസ് പ്രോസസ് കംപ്രൈസ് എ സീരീസ് ഓഫ് മീറ്റിംഗ്. പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും മീറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്കഷൻ വഴിയായിരിക്കും പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പ്രോഗ്രാമിലൂടെ എന്താണ് നമുക്കിപ്പോ കറന്റ്ലി നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അടുത്ത പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ്. പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പീപ്പിൾസ് സെന്റേഡ്, അതായത് ജനങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പൊ ജനങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ. പിന്നെ ഐഡന്റിഫൈങ് നീഡ് ഇൻ കൊളാബറേഷൻ വിത്ത് മെമ്പേഴ്സ് ഫ്രം ദി മോസ്റ്റ് വൾണറബിൾ കമ്മ്യൂണിറ്റി. അതായത് മോസ്റ്റ് വൾണറബിൾ സെക്ഷനിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പ്രോസസ്സിലൂടെ കഴിയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ത്രൂ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പോളിസി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗിൽ തീരുമാനമെടുക്കാൻ സാധാരണ ജനങ്ങൾക്കും അവർക്കും കൂടെ കഴിയുന്നുണ്ട്.
അതുപോലെ തന്നെ റെസ്പെക്ടിങ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, സമൂഹത്തിൽ നിലനിൽപ്പുള്ള സാധാരണ സ്ഥാപനങ്ങളെയും പിന്നെ അതുപോലെ തന്നെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസൾട്ട് ബേസ്ഡ് ആക്ഷൻ, അതായത് നമുക്ക് എപ്പോഴും റിസൾട്ട് ബേസ് ചെയ്ത്, അതായത് പ്രതിഫലം ബേസ് ചെയ്തുള്ള ആക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അടുത്ത PLA പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് ചപ്പാത്തി ഡയഗ്രാം അല്ലെങ്കിൽ വെൻ ഡയഗ്രാം എന്നൊക്കെ പറയാം. ഇറ്റ്സ് എ വിഷ്വൽ ടൂൾ സിമിലർ ടു ദി വെൻ ഡയഗ്രാം യൂസ് ടു മാപ്പ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആളുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് ചപ്പാത്തി ഡയഗ്രാം. ഇപ്പം ചില ആളുകൾ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് കാണും, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കാണും, വീക്ക്നെസ് കാണും. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. പർപ്പസ് ടു ഐഡന്റിഫൈ ആൻഡ് ഏതാണ്, അതിന് നമ്മൾ ആദ്യം തന്നെ ആക്ഷൻ ടേക്ക് ചെയ്യും. അതിനാണ് റിലേറ്റീവ് റാങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത മൂന്നാമത്തെയാണ് ഫിഷ് ബോൾ ടെക്നിക്. ഫിഷ് ബോൾ കോൺവെർസേഷൻ ഈസ് എ ഫോം ഓഫ് ഡയലോഗ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ഡിസ്കസിംഗ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ. ഇത് റിലേറ്റീവ് റാങ്കിങ് ആണ്. റിലേറ്റീവ് റാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കിപ്പോ ഒരു കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ ഇപ്പം അനുഭവിക്കുന്ന ഇഷ്യൂസിനെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അതായത് ഇപ്പൊ പലതരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും അവർ അനുഭവിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ട ഏതിനാണ് അതിന് ആദ്യം നമ്മൾ സൊല്യൂഷൻ കൊടുക്കും. അതാണ് റിലേറ്റീവ് റാങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. is a set of techniques used to help community identify priority and weighing various issues, preferences or items according to their own criteria. അതായത് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഏത് പ്രോബ്ലത്തിനാണോ അതിന് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യും, സൊല്യൂഷൻ കൊടുക്കുകയും അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടുകയും ചെയ്യും. അതാണ് റിലേറ്റീവ് റാങ്കിങ്. മൂന്നാമത്തെ ടെക്നിക്കാണ് ഫിഷ് ബോൾ ടെക്നിക്ക്. ഫിഷ് ബോൾ ടെക്നിക് ഈസ് എ ഫോം ഓഫ് dialogue that can be used when discussing topic with a large group. ലാർജ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിലെ ആളുകൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫിഷ് ബോൾ ടെക്നിക്ക്. The advantage of fish bowl is that allows the entire group participate in conversation. Several people can join the discussion. അതായത് ഒരുപാട് വ്യക്തികൾക്ക് നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഫിഷ് ബോൾ ടെക്നിക്കിൽ പങ്കെടുക്കാൻ കഴിയും. പ്രധാനമായിട്ടും 2 ഫിഷ് ബോളാണ് ഉള്ളത്. ഓപ്പൺ ഫിഷ് ബോളും ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ് ഫിഷ് ബോളും ഉണ്ട്. ഓപ്പൺ ഫിഷ് ബോൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെയർ എപ്പോഴും എന്തായിരിക്കും, ഒഴിഞ്ഞു കിടക്കും. നമുക്ക് നോക്കാം അത് മെത്തേഡ് എങ്ങനെയാണ്. നമ്പർ ഓഫ് ചെയർസ് ആർ അറേഞ്ച് ഇൻ ആൻ ഇന്നർ സർക്കിൾ. ദിസ് ഈസ് ദ ഫിഷ് ബോൾ. അതായത് ഒരു 5 ചെയർ എന്തെങ്കിലും റൗണ്ട് പോലെ സർക്കിളിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്തിടും. അതിനെയാണ് ഫിഷ് ബോൾ എന്ന് പറയുന്നത്. ദ റിമൈനിങ് ചെയർസ് അറേഞ്ച് ഇൻ ദ കോൺസെൻട്രിക് സർക്കിൾ ഔട്ട്സൈഡ് ദി ഫിഷ് ബോൾ. ഈ 5 ചെയർസിന്റെ റൗണ്ട് അറേഞ്ച് ചെയ്തതിനു ശേഷം ബാക്കി ചെയർസ് അതിന് വെളിയില് ഔട്ട്സൈഡ് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് പ്രധാനമായിട്ട് പറഞ്ഞ 2 സർക്കിളാണ് ഉള്ളത്, ഇന്നർ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും. ഇന്നർ സർക്കിൾ ചെറുതായിരിക്കും. A few participants are selected to the fish bowl while the rest of the group sit on the chairs outside the fish bowl. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഫിഷ് ബോൾ ഉണ്ടെന്ന്. ഇപ്പൊ ഓപ്പൺ ഫിഷ് ബോളിലാണെങ്കിൽ എന്താണ്, അതിൽ ഒരു ചെയർ എപ്പോഴും ഒഴിഞ്ഞു കിടക്കും. ആ ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിലോട്ട് പുറത്തെ സർക്കിളിൽ നിന്ന് ഒരാൾക്ക് വന്ന് പങ്കെടുക്കാം. പക്ഷെ ക്ലോസ്ഡ് ഫിഷ് ബോൾ ആണെങ്കിൽ എന്താണ്, എല്ലാ ചെയറും കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കും. ഇതാണ് അവിടെ പറയുന്നത്. ഇൻ ആൻ ഓപ്പൺ ഫിഷ് ബോൾ എനി മെമ്പർ ഓഫ് ആൻ ഓഡിയൻസ് ക്യാൻ അറ്റ് എനി ടൈം ഓക്യുപ്പൈ ദ എംപ്റ്റി ചെയർ ആൻഡ് ജോയിൻ ദ ഫിഷ് ബോൾ. അതായത് നമ്മൾ പറഞ്ഞു ഓപ്പൺ ഫിഷ് ബോളിലാണെങ്കിൽ ഇന്നർ സർക്കിളിൽ ഒരു ചെയർ എപ്പോഴും എംപ്റ്റി ആയിട്ട് ഒഴിഞ്ഞു കിടക്കും. ആ ചെയറിലോട്ട് നമുക്ക് പുറത്ത് ഔട്ടർ സർക്കിളിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ എന്താണ്, ആ സമയത്ത് ഇന്നർ സർക്കിളിലെ ഒരാൾ പുറത്തേക്ക് പോകണം. When this happens, an existing member of the fish bowl must voluntarily leave the fish bowl and free a chair. The discussion continues with the participant frequently entering and leaving the fish bowl. അതായത് ഈ ഡിസ്കഷനുകൾ തുടരുമ്പോൾ എന്താണ്, ഒരാൾ പുറത്ത് പോവുകയും ഒരാൾ അകത്ത് വരികയും ചെയ്യും. Depending on how large the audience is, many audience members can spend some time in fish bowl and take part in discussion. When time runs out, fish bowl is closed and the moderator summarizes the discussion. അതായത് നമ്മൾ ടൈം തീരുമ്പം ഈ ഫിഷ് ബോൾ എന്തെങ്കിലും ക്ലോസ് ചെയ്യും. അപ്പൊ എല്ലാ പാർട്ടിസിപ്പന്റും, ഒരു ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പന്റും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിഷ് ബോളിൽ പങ്കെടുക്കാൻ പറ്റും. ഇതാണ് ഫിഷ് ബോൾ. 2 സർക്കിളുകൾ കാണും, ഒരു ഇന്നർ സർക്കിളും കാണും, ഒരു ഔട്ടർ സർക്കിളും കാണും. ഓപ്പൺ ഫിഷ് ബോൾ ആണെങ്കിൽ എന്താണ്, ഇന്നർ സർക്കിളിൽ ഒരു ചെയർ എപ്പോഴും എംപ്റ്റി ആയിട്ട് കിടക്കും. അത് എപ്പോഴാണ് ഒരാൾ പുറത്ത് പോകുമ്പോൾ പുറത്തെ സർക്കിളിൽ നിന്ന് ഒരാൾക്ക് അകത്ത് കയറാൻ പറ്റും. അതുപോലെ ക്ലോസ്ഡ് ഫിഷ് ബോളും ഉണ്ട്. അതിൽ എല്ലാ ചെയറും എന്തായിരിക്കും, ഫില്ല് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതെന്താണ്, ഓരോരുത്തർക്കും ഓരോ ടൈം വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇതാണ് ഫിഷ് ബോൾ ഹോൾ പ്രോസസ്സ്.
അടുത്ത നാലാമത്തെ ടെക്നിക്കാണ് വില്ലേജ് വാക്ക് എന്ന് പറയുന്നത്. വില്ലേജ് വാക്കിന്റെ വേറൊരു പേരാണ് ട്രാൻസെക്ട് വാക്ക് അല്ലെങ്കിൽ വാക്ക് ത്രൂ. The transect walk is a key tool for outside to learn about the local community. അതായത് നമുക്കിപ്പോ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വില്ലേജ് വർക്ക്. ഇപ്പൊ നമുക്ക് പുറമെ പറയുകയാണെങ്കിൽ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വർക്കേഴ്സ്, ഇപ്പൊ ഹെൽത്ത് വർക്കർ ആവാം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യും, ആ കമ്മ്യൂണിറ്റിക്കകത്ത് ചെന്നിട്ട്, അതായത് ഇപ്പം ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിലോട്ട് ചെന്നിട്ട് ആ ഗ്രാമത്തിൽ ഉള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, അവിടെ ഇപ്പൊ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ, അതുപോലെ തന്നെ സാനിറ്റേഷൻ എങ്ങനെയാണ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, പിന്നെ ആ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയുന്ന ഒരു പ്രോസസ് ആണ് വില്ലേജ് വർക്ക്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുന്നു, നമ്മൾ വില്ലേജിലോട്ട് പോയിട്ട് അവിടുത്തെ ഗ്രാമവാസികളുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് കിട്ടാനുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആർ സച്ച് ടോപ്പോഗ്രഫി, ഹൈഡ്രോളജി, പാഡീസ്, വാട്ടർ ലോഗ്ഡ് ഏരിയാസ്. അതായത് ഇപ്പൊ വെള്ളപ്പൊക്കം, ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, പിന്നെ അവിടുത്തെ വാട്ടർ കണ്ടീഷൻ എങ്ങനെയാണ്, നെൽവയലുകൾ ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ചോദിച്ചറിയുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് ഹൗസസ്, സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അതായത് ഏത് രീതിയിലുള്ള വീടുകളാണ് അവിടെ ഉള്ളത്, എവിടെ നിന്നാണ് അവർ കുടിക്കാനായിട്ട് ജലം ഉപയോഗിക്കുന്നത്, പിന്നെ അവിടുത്തെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ്, ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, അതൊക്കെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, പിന്നെ വേറെ ഏതൊക്കെ ഹെൽത്ത് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, പിന്നെ സ്കൂൾ, കോളേജ്, അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിയും. കൂടാതെ തന്നെ ഡെവലപ്മെന്റ് ലെവൽ ഓഫ് ദ വില്ലേജസ് ബൈ ഒബ്സർവിംഗ് റോഡ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, കേബിൾ, മൊബൈൽ കണക്ഷൻ. അതുപോലെ തന്നെ ആ നമ്മുടെ ഗ്രാമത്തിൽ മൊബൈൽ കണക്ഷൻ, ടെലിഫോൺ കണക്ഷൻ ഉണ്ടോ, അതുപോലെ കറണ്ട് ഉണ്ടോ, പിന്നെ എന്താണ് റോഡൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ എന്നൊക്കെ ചോദിച്ചും കണ്ട് മനസ്സിലാക്കും. ഡിഫറെന്റ് ലൊക്കേഷൻ വേറെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി റിസൈഡ്. ഇപ്പൊ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോരുത്തരായിരിക്കും പോയി അന്വേഷിച്ച് മനസ്സിലാക്കുന്നത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ആ വില്ലേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്, പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടോ, അതുപോലെ സാനിറ്റേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചും അതുപോലെ നിരീക്ഷിച്ചും കണ്ടെത്തുന്ന പ്രോസസ് ആണ് വില്ലേജ് വർക്ക്. അടുത്ത അഞ്ചാമത്തേന് സീസണാലിറ്റി ഡയഗ്രാം. എ സീസണൽ കൾച്ചർ ഈസ് എ പാർട്ടിസിപ്പേറ്ററി ടൂൾ ടു എക്സ്പ്ലോർ സീസണൽ ചേഞ്ചസ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അറിയാൻ വേണ്ടിയിട്ടാണ് സീസണാലിറ്റി ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു വർഷം എടുക്കുകയാണെങ്കിൽ ആ വർഷത്തിലെ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കത്തില്ല എന്തുണ്ടാവുന്നത്, ഇപ്പൊ ഡിസീസ്, രോഗങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ സമയത്തും ഒരുപോലെയാണോ? അല്ല. മഴക്കാലത്ത് ചിലപ്പോൾ കൂടുതൽ ഡെങ്കിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. അങ്ങനെ വേനൽക്കാലത്ത് നമുക്ക് എന്താണ് സ്കിൻ റാഷസ് അല്ലെങ്കിൽ സ്കിൻ ബേണിംഗ് കണക്ക രോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരു വർഷത്തില് ഓരോ സമയത്തും ഡിഫറെന്റ് രീതിയിലായിരിക്കും, വ്യത്യസ്ത തലത്തിലായിരിക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം എടുത്താൽ എന്താണ് ഈ ഫെസ്റ്റിവൽസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നടക്കുന്നത് ഒരു പാർട്ടിക്കുലർ ടൈമിലായിരിക്കും. അതായത് ഇപ്പം ജനുവരി തൊട്ട് ഏപ്രിൽ മാസം വരെയൊക്കെയാണ് ഫെസ്റ്റിവൽസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, നമ്മൾ കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന എപ്പോഴൊക്കെ ആയിരിക്കും, ഇപ്പം നമ്മൾ പറയത്തുള്ളൂ ചിങ്ങമാസം, ആ മാസത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷിയൊക്കെ നടത്തുന്നത്. ഇപ്പൊ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ പല സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതും ഇപ്പൊ കുറയുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പല സമയത്തായിരിക്കും. അപ്പൊ അത് നമുക്ക് കണ്ടെത്താൻ സഹായിക്കുന്നതാണ് സീസണാലിറ്റി ഡയഗ്രാം. Seasonal diagram helps to identify a heavy workload period of relative ease, disease, food security, wage availability, festivals. അതായത് ഇപ്പം മഴക്കാലം വരുമെങ്കിൽ നമുക്ക് അതിനു മുമ്പ് തന്നെ എന്താണ്, മഴക്കാലത്തിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, സീസണാലിറ്റി കലണ്ടർ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഫെസ്റ്റിവൽസ് ഒക്കെ കൂടുതൽ നടക്കുന്ന ഏതൊക്കെ മാസങ്ങളാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് അറിയുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ ചെയ്യേണ്ട സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് വാട്ടർ മാനേജ്മെന്റ്, അത് നല്ല ഡ്രിങ്കിങ് വാട്ടർ മാനേജ്മെന്റ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അത് എങ്ങനെയാണ് സീസണാലിറ്റി ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് അറിയാൻ കഴിയുന്നത്. അത് മാത്രമല്ല നമുക്ക് ഈ സീസണാലിറ്റി ഡയഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹാസ് ബീൻ യൂസ് ടു ഐഡന്റിഫൈ ഡിസീസ് ആൻഡ് പ്ലാൻ പ്രിവെൻഷൻ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം രോഗങ്ങൾ ഏത് സമയത്താണ് കൂടുതലെന്ന് കണ്ടെത്തിയിട്ട് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം സഹായിക്കുന്നത് എന്താണ്, സീസണാലിറ്റി ഡയഗ്രാം ആണ്. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഇപ്പൊ 6 തൊട്ട് 12 വരെയുള്ള വ്യക്തികൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. അതിലൊരു മോഡറേറ്റർ കാണും. മോഡറേറ്റർ ആയിരിക്കും ഈ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സമ്മറൈസർ ചെയ്യുന്നതും ആരായിരിക്കും, ഈ മോഡറേറ്റർ ആയിരിക്കും. അടുത്ത ടോപ്പിക്കാണ് പബ്ലിക് റിലേഷൻസ്. എന്താണ് പബ്ലിക് റിലേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. പബ്ലിക് റിലേഷൻ ഈസ് ദി സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ദാറ്റ് ബിൽഡ് മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം
സ്ഥാപനം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സാധാരണ നമ്മളെ പൊതുജനങ്ങളുമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന റിലേഷൻഷിപ്പിനെ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻസ് ആർ എ ബ്രോഡ് സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് യൂസ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫേവറബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക്. അതായത് പബ്ലിക് പൊതുജനങ്ങളുമായിട്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പൊതുജനങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള എന്താണ് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനൽ ഏതൊക്കെയായിരിക്കും? ടെലിവിഷൻ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതുപോലെ ഇമെയിൽ, അതുപോലെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയായിരിക്കും ഇപ്പൊ ഓർഗനൈസേഷൻ എന്താണ് നമ്മളെ സാധാരണ ജനങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഈ പബ്ലിക് റിലേഷൻസ് വഴിയാണ്. അതായത് ഇപ്പം നമ്മുടെ ഫോൺ വഴി അല്ലെങ്കിൽ ടെലിവിഷൻ വഴിയൊക്കെ എന്താണ് അവരുടെ അഡ്വർടൈസ്മെന്റ് ജനങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി എന്താണ് ആ പ്രൊഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ അത് തന്നെ പബ്ലിക് റിലേഷൻ വഴിയാണ് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന് ഒരു ക്രൈസിസ് മാനേജ് വന്ന അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് പബ്ലിക് റിലേഷൻ വഴിയാണ്. പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മീൻ ചെയ്ത് എന്താണ് ജനങ്ങളുമായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അതിന് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസിനെയാണ് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മീഡിയ റിലേഷൻസ്, ക്രൈസിസ് മാനേജ്മെന്റ്, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അകത്തും പുറത്തും നമുക്ക് അതായത് വേൾഡിന് പുറത്തും അകത്തും എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒരു പ്രോബ്ലം വന്നാൽ അതിനെ ഈസിലി പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് മീഡിയയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സം ഓഫ് ഗവൺമെന്റ് മീഡിയ യൂണിറ്റ്. ചില ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് റിലേഷൻ യൂണിറ്റ് ആണ്. ഒന്നാമത്തേന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, PIB. ഇതും നമ്മുടെ എക്സാമിന് വൺ വേർഡിന് അതായത് ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ദിസ് ഓർഗനൈസേഷൻ ഗീവ്സ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ടു ദി പ്രസ് ഓൺ ദി പ്രിന്റഡ് മീഡിയ. അതായത് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് PIB. അപ്പം ഈ ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഗവൺമെന്റിന്റെ റിലേറ്റ് ചെയ്ത പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുന്നത് PIB വഴിയാണ്. അടുത്താണ് DAVP. ഇതും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ മീഡിയ പബ്ലിസിറ്റി. ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഓൾ മീഡിയ പബ്ലിസിറ്റി ആൻഡ് ക്യാമ്പയിൻ ഫോർ ദി സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് DAVP. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവരുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പോളിസികൾ നടപ്പിലാക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാനും പ്രചരിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആണ് DAVP എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴിയാണ് DAVP വഴിയാണ് ന്യൂസ് പേപ്പറിലും മാഗസിനിലും റേഡിയോസിലും അതുപോലെ ടെലിവിഷനിലൊക്കെ എന്താണ് ഗവൺമെന്റിനെ കുറിച്ചുള്ള പരസ്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചിത്രീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതുവഴിയാണ് എന്താണ് ജനങ്ങളിലേക്ക് ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം അറിയിക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, PIB എന്ന് പറയും. സെക്കൻഡ് ആണ് DAVP, ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ മീഡിയ പബ്ലിസിറ്റി. അടുത്ത ഒരു PR ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു PR ഓഫീസർ, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് എന്താണ് ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അതായത് ഐഡിയാസ് പ്രസന്റ് ചെയ്യാനായാലും വിവരങ്ങൾ ഷെയർ ചെയ്യാനായാലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളായാലും കൊളീഗ്സ് പറയുന്ന കാര്യങ്ങളായാലും കേൾക്കാൻ ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി. ടു ബിക്കം എ സക്സസ്ഫുൾ PR ഓഫീസർ one should have flexibility. Client would change their plans, situations may become worse, things are not happening the plan way. അതായത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്താണ് ക്ലയൻസിന് അവരുടെ തീരുമാനങ്ങളെല്ലാം മാറ്റിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിചാരിച്ച രീതിയിലായിരിക്കത്തില്ല സിറ്റുവേഷൻസ് ഉള്ളത്. അപ്പൊ എന്ത് കാര്യം വന്നാലും അതൊന്നും നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. വളരെ നല്ല രീതിയിൽ വേണം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ വർക്ക് ചെയ്യാനും ഏതൊരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാനും. അടുത്ത മെറ്റിക്കുലസ് ലേണിംഗ്. ദ സക്സസ് ഓഫ് PR ഓഫീസർ ഈസ് ഡിപ്പെൻഡ് ഓൺ ഈസ് എബിലിറ്റി ആൻഡ് വിന്നിങ്സ് ടു ലേൺ. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തിരിക്കണം. നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്നായാലും അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കണം. ഹോണസ്റ്റി ആണ്. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എക്സ്പ്ലെയിൻ സിറ്റുവേഷൻ വിത്ത് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. അതായത് ഏതൊരു കാര്യത്തിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ട്രൂത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ടു ദി കമ്മ്യൂണിറ്റി ആൻഡ് ദ മീഡിയ,
requires careful review and planning. With the left unchecked, even smallest error can morph into a full blown PR disaster. അതായത് ഇപ്പൊ നമ്മൾ പബ്ലിക് റിലേഷൻ ഓഫീസറിന് എപ്പോഴും മീഡിയ ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് വേണം അവർ ചോദിക്കുന്ന ഓരോ ഉത്തരത്തിനും മറുപടി പറയാൻ. എന്തെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ എറർ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതൊരു വലിയ ഒരു PR ഡിസാസ്റ്റർ ദുരന്തമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ ഏതൊരു ഇഷ്യൂസ് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇടപെടാൻ. അടുത്ത സ്ട്രെസ് മാനേജ്മെന്റ്. ഡ്യൂ ടു ദ വെരി നാച്ചർ ഓഫ് ദി ജോബ് PR വർക്ക് ഈസ് വെരി സ്ട്രെസ്ഫുൾ. അതായത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ് നിറഞ്ഞതാണ്. These are stresses are like deadline, expectations of client, different types of prices, etc. A PR officer has to plan things well in advance, set expectation and share goal. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്തിരിക്കാൻ ഡെഡ്ലൈൻസ് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് ആയിരിക്കും നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിനെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതെല്ലാം പരമാവധി മാനേജ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം. അടുത്ത കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ പർപ്പസ് ഓഫ് പ്രോസസ് ഇവാലുവേഷൻസ് ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻസ്. അതായത് നമ്മൾ ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇവാലുവേറ്റിംഗ് ചെയ്യുന്നത്. So the measurement and evaluation takes place over the course of the project, and any learning is feedback into your communication to make them more effective. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഇവാലുവേഷൻ ടൂൾസ് ആണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്ക് നമുക്കൊരു വ്യക്തി ഫീഡ്ബാക്ക് തരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ആയിട്ട് അടുത്ത തവണ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് ഈസ് ദി പ്രോസസ് ഓഫ് ഗിവിംഗ് ഓർ റിസീവിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദി ക്വാളിറ്റി, എഫക്റ്റീവ്നെസ് ഓർ ഇമ്പാക്ട് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ഓർ ടീം വർക്ക് ആക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടത്തി, അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും നമ്മുടെ വീക്ക്നെസ് എന്താണെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം അടുത്ത തവണ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധ്യമാക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമൽ ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ആവാം, ക്വാളിറ്റേറ്റീവ് ആവാം, സെൽഫ് ഡയറക്റ്റഡ്, എക്സ്റ്റേണൽ ആവാം. ഏത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ആണെങ്കിലും നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിച്ച് അടുത്ത തവണ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എളുപ്പമാക്കി ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധ്യമാക്കുന്നുണ്ട്. അടുത്തതാണ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് refers to the communication or action taken after an initial interaction such as a sale, service, call, email, meeting or event. അതായത് ഒരു കമ്മ്യൂണിക്കേഷന്റെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഇന്ററാക്ഷൻ നടത്തിയതിനു ശേഷം നമ്മൾ നടത്തുന്നത് ഒരു പ്രോസസ്സാണ് ഫോളോ അപ്പ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ നടത്തി, ആ സെയിൽ നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമറെ വിളിച്ച് അന്വേഷിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ അതെന്താണ്? ഒരു ഫോളോ അപ്പ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഫോളോ അപ്പ് അറിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കസ്റ്റമറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധ്യമാക്കുന്നുണ്ട്. These actions aim to maintain or enhance relationship, address queries or move forward with the business process. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പ്രോസസ്സ് കുറച്ചും കൂടി മുന്നോട്ട് പോകാനും ഇത്തരത്തിലുള്ള ഫോളോ അപ്പ് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഫോളോ അപ്പ് ക്യാൻ ടേക്ക് വേരിയസ് ഫോം ഓഫ് ത്രൂ ഡിഫറെന്റ് ചാനൽസ് സച്ച് ആസ് ഫോൺ കോൾ, ഇമെയിൽസ്, ടെക്സ്റ്റ് മെസ്സേജ് ഓർ ഫേസ് ടു ഫേസ് മീറ്റിംഗ്സ്. അതായത് ഫോളോ അപ്പ് നമ്മൾ നടത്തുന്ന ഏത് വഴിയായിരിക്കാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയായിരിക്കാം. അതായത് ഫോൺ വഴിയാവാം, അല്ലെങ്കിൽ ഇമെയിൽ വഴിയാവാം, ടെക്സ്റ്റ് മെസ്സേജ് വഴിയാവാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വഴിയാവാം. അടുത്ത മൂന്നാമത്തെയാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഈസ് ആൻ അസസ്മെന്റ് ടൂൾ ദാറ്റ് ലിസ്റ്റ് ദ സ്പെസിഫിക് ക്രൈറ്റീരിയ ഫോർ സ്കിൽസ്, ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ് ദാറ്റ് പാർട്ടിസിപ്പന്റ് ഷുഡ് ഡെമോൺസ്ട്രേറ്റ്. അതായത് ഒരു പാർട്ടിസിപ്പന്റ് പങ്കെടുക്കുന്ന വ്യക്തി അതായത് തന്റെ കഴിവുകളും അതുപോലെ തന്നെ ബിഹേവിയറും എല്ലാം അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിസ്റ്റ് ആണ് ചെക്ക് ലിസ്റ്റ്. ഇപ്പൊ ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുന്ന ടാസ്കുകളുടെ ഒരു ലിസ്റ്റ് ആണ്. നമ്മൾ പല ടൈമിലും ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട്. അതായത് നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി വെക്കാറുണ്ട്. അതിൽ നമ്മൾ ഏതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ടിക്ക് ചെയ്ത് പോകുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ സ്കൂളിൽ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ പലതരത്തിലുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട്.
ചെക്ക് ലിസ്റ്റ് ഹെൽപ്സ് ടു ടേക്ക് ആക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ടാസ്ക്. അതായത് നമുക്കൊരു പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ചെക്ക് ലിസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ആൻഡ് ടു പ്രൊവൈഡ് കോൺക്രീറ്റ് എക്സാംസ് ഓഫ് ഇവാലുവേഷൻ. അതായത് ഇവാലുവേഷന് സഹായിക്കുന്ന ഒരു മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഇതിന് ചില ഡീമെറിറ്റ് ഉണ്ട്. അതായത് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്, അതായത് ചിലവേറിയതാണ്. നമുക്ക് ഇതിന്റെ അനാലിസിസിന് വേണ്ടി, അതായത് ഇവാലുവേഷന് വേണ്ടി നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തികളെ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയം ആവശ്യമാണ്. അടുത്തതാണ് ഫോക്കസ് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് ഗ്രൂപ്പ് എന്ന്. അതായത് നമുക്കിപ്പം കുറച്ച് വ്യക്തികൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മെസ്സേജിനെ കുറിച്ചോ നമ്മൾ സംസാരിക്കും. അതിൽ മോഡറേറ്റർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ആ മോഡറേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് സർവേ. സർവേ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ജോലിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. നമ്മൾ ഫീൽഡ് സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് സർവേ എന്ന് നോക്കാം. എ സർവേ ഇസ് എ മെത്തേഡ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ യൂസിംഗ് റെലവന്റ് ക്വസ്റ്റ്യൻ ഫ്രം എ സാമ്പിൾ ഓഫ് പീപ്പിൾ വിത്ത് എയിം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പോപ്പുലേഷൻ ഹാസ് എ ഹോൾ. അതായത് സിമ്പിൾ ആയിട്ട് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ജനങ്ങളെ ടോട്ടലുള്ള പോപ്പുലേഷനെ കണക്കാക്കിയിട്ട് അതിലെ ഒരു കൂട്ടം ജനങ്ങളിൽ നിന്ന് എന്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഇതാണ് സർവേ. പലതരത്തിലുള്ള സർവേ നമ്മൾ നടത്താറുണ്ട്. ഇപ്പൊ നമ്മൾ നടത്തുന്നതാണ് ഫീൽഡ് സർവേ. ഫീൽഡ് സർവേ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പലതരത്തിലുള്ള ഡിസീസിൽ നിന്നൊക്കെ പ്രിവെൻഷൻ മെത്തേഡ് ഒക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സർവേ ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി സർവേ ഉണ്ട്. അതായത് നമുക്കിപ്പം പല സോഷ്യൽ മീഡിയ ആപ്സ് വഴി സർവേസ് ഇങ്ങനെ ക്വസ്റ്റ്യനേഴ്സ് വരാറുണ്ട്. അപ്പൊ അതെന്താണ്, അത് ഒരു സർവേ മെത്തേഡാണ്. പിന്നെ സർവേ നമുക്ക് വേറെ എന്തൊക്കെ സർവേ ഉണ്ട്, ടെലിഫോൺ കോൾ വഴി സർവേ ചെയ്യാറുണ്ട്. പിന്നെ ഇമെയിൽസ് ഒക്കെ വഴി നമുക്ക് പലതരത്തിലുള്ള സർവേ വരാറുണ്ട്. അപ്പൊ സർവേ ഗീവ് യു ഡീറ്റെയിൽഡ് സിസ്റ്റമാറ്റിക് വേ അനലൈസ് യുവർ ഡേറ്റ. അപ്പൊ നമ്മളെ കളക്ട് ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സർവേ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് ഒന്നാണ് ഹെൽത്ത് റെക്കോർഡ്. ഹെൽത്ത് റെക്കോർഡ് അതായത് ഒരു ജെഎച്ച്ക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് എന്ത് മോർബിഡിറ്റി, മോർട്ടാലിറ്റി, അതായത് മരണനിരക്കൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട റെക്കോർഡുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ രജിസ്ട്രേഷൻ, അതായത് കറക്റ്റ് വാക്സിനേഷൻ എടുക്കുന്ന സമയം, വാക്സിനേഷൻ എടുക്കുന്ന ഏത് മാസത്തിലാണ്, അതൊക്കെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട റെക്കോർഡുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ എല്ലാം ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിച്ചു വെക്കേണ്ടത് ജെഎച്ച്ഐയുടെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ഇവാലുവേഷൻ ഓഫ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്. അതായത് ഹെൽത്ത് റെക്കോർഡ് എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ്. അടുത്ത ലാസ്റ്റ് വൺ ആണ് ഇൻഫോർമൽ ഇവാലുവേഷൻ ടെക്നിക്ക്. ദിസ് മീൻസ് that there is a no spelled out evaluation gate. Rather, the instructors simply ask open-ended questions and observe participants' performance to determine how much they know. അതായത് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം ഇല്ലാതെ വ്യക്തികളുടെ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എന്താണ് പെർഫോമൻസിന്റെ ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫോർമൽ ഇവാലുവേഷൻ ടെക്നിക്ക്. ഇതിൽ എന്താണ് ഒരു ഗൈഡ് ഇല്ല, ഒരു ഇവാലുവേഷൻ ഗൈഡ് ഇല്ല. പകരം എന്താണ് ആ സമയത്ത് ഇപ്പൊ ഒരു വ്യക്തി വന്ന് എന്താണ് പെർഫോം ചെയ്യണം, അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് നടത്തുന്നത്. അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആവാം, ക്വിസസ് ആവാം, പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓറൽ പ്രസന്റേഷൻ. അതുവഴി ഒരു പാർട്ടിസിപ്പന്റ് ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന, വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫോർമൽ ഇവാലുവേഷൻ ടെക്നിക്ക്. ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും എക്സാമിന് നോക്കിക്കൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്, അതിൽ കുറച്ച് എക്സ്പ്ലനേഷൻസും ഉണ്ട്, അത് നോക്കിക്കൊണ്ട് പോകണം. പിന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഫോർമൽ, ഇൻഫോർമൽ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ അത് നോക്കിക്കൊണ്ട് പോകണം. അത് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എസ്ഐക്ക് ചോദിക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, പിന്നെ എന്താണ് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നോക്കണം. അതും 4 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇന്റർവ്യൂ, പിന്നെ കൗൺസിലിംഗ് അപ്രോച്ചസ്, ഗ്യാദർ ടെക്നിക്ക്, പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ മെത്തേഡ്, പബ്ലിക് റിലേഷൻ, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും ടോപ്പിക്കാണ് പ്രധാനമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ 1 മാർക്കിന് ഈ DAVP, PIV, അതുപോലെ നമ്മൾ പറഞ്ഞ ടീം, ഇതിന്റെയൊക്കെ ഫുൾ ഫോം എഴുതാൻ ചോദിക്കും. പിന്നെ അല്ലാതെ 1 മാർക്കിന് ചോദിക്കുന്ന ചില എക്സാമ്പിൾ, ഇപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് തന്നിട്ട് ഇപ്പം ഇതേ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അങ്ങനെയൊക്കെ ചോദിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാനുള്ളത്. താങ്ക് യു.